ഹായ് ഫ്രണ്ട്സ്, പിക് സ്റ്റോറി ഇന്ന് യാത്ര പോകുന്നത് ഒക്കിഗഹാര വനാന്തരങ്ങളുടെ രഹസ്യങ്ങൾ തേടിയാണ്. ഒക്കിഗഹാര അഥവാ സീ ഓഫ് ട്രീസ് എന്നാണ് ഈ വനം അറിയപ്പെടുന്നത്. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഫുജി പർവ്വതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വളരുന്ന ഒരു വനമാണിത്. 864 സിഇയിൽ ഫുജി പർവ്വതത്തിൻ്റെ അവസാനത്തെ വലിയ പൊട്ടിത്തെറിയിൽ പതിഞ്ഞ 12 ചതുരശ്ര മൈൽ കഠിനമായ ലാവ ശീതകാലത്ത് ഐസ് കൊണ്ട് നിറയുന്ന ഗുഹകളും ഒക്കിഗഹാരയിൽ കാണാൻ സാധിക്കുന്നതാണ്. ജാപ്പനീസ് പുരാണങ്ങളിൽ മരിച്ചവരുടെ പ്രേതങ്ങൾ ഈ വനത്തിൽ വസിക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. 1960 മുതൽ ഒക്കിഗഹാര ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ സൂയിസൈഡ് ഫോറസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ആത്മഹത്യാ സൈറ്റുകളിലൊന്നായി പ്രശസ്തി നേടുകയും ചെയ്തു. 2003 ഏകദേശം 105ഓളം മൃതദേഹങ്ങൾ ഈ വനത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2010 200-ലധികം ആത്മഹത്യാ ശ്രമവും അതിൽ 54 ആത്മഹത്യകൾ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2011 കണക്കനുസരിച്ച് ഈ വനത്തിലെ ആത്മഹത്യയുടെ ഏറ്റവും സാധാരണമായ മാർഗങ്ങൾ തൂങ്ങി മരിക്കുകയോ മയക്കുമരുന്ന് അമിതമായി ഉപയോഗിക്കുകയായിരുന്നു. 2017 അമേരിക്കൻ യൂട്യൂബർ ലോഗൻ പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിൽ അദ്ദേഹം ഒക്കിഗഹാര വനം സന്ദർശിച്ച് ആത്മഹത്യ ചെയ്ത ഒരാളുടെ മൃതദേഹം കാണിക്കുകയും പലരെയും ഞെട്ടിക്കുകയും ചെയ്തു. ഇന്നും ഒക്കിഗഹാര വനം ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു.